എന്റെ ഇസ്മ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ബഖീൽ. തങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. സയ്യിദുനാ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തല്ലണം. ഈ ചില വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുപോകും പോലെ ആകരുത്. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. ചില പള്ളിയിൽ കുത്തുപോതാന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ബിരുദം കൊടുക്കാൻ പറ്റും, നൗമി ബിരുദം എല്ലാവർക്കും. ബിരുദത്തിന് പുതിയ പേരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിച്ചോളെ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വെള്ളിയാഴ്ച ജുമാക്കറിനൊക്കെ നൗമി പുതിയ ബിരുദം. ഒക്കെ ഉറങ്ങാനാ പള്ളിയിലേക്ക് വരുന്നത്. സ്വലാത്ത് ഉറക്ക ചെല്ലണ്ടേ? അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം അല്ലേ? എന്നിട്ട് എവിടെ ഉയർത്തൽ? നിങ്ങളെ പള്ളി ഉയർത്തലുണ്ടോ? എന്തിനാണ് പിന്നെ കൂടുന്നത്? കാരണവന്മാരായിട്ട് ചില ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാം അവർക്ക് മരിച്ചൂടെ. ഉറക്ക സ്വലാത്തല്ലണം. എന്താ തൊള്ളയിലെന്താ പിണ്ണാക്കുണ്ടോ? അത് ചെല്ലാതെ അമീറുൽ മൂമിനീൻ എന്ന് കേൾക്കുമ്പോൾ കാണാം റളിയല്ലാഹുവിനോട് ഉറക്ക ചൊല്ലണാണ്. നിങ്ങൾ ആ റളിയല്ലാഹുവിന് ഭയങ്കര സൗണ്ടില് സ്വലാത്താണെങ്കിൽ പതുക്കെയും. അതൊരു മര്യാദക്കേടല്ലേ? സൂഉല്ലദബല്ലേ സഹോദരങ്ങളെ? ശബ്ദം ഉയർത്തേണ്ടത് ഏതുകൊണ്ടാ? സ്വലാത്ത് കൊണ്ടാണ്. നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത്. അങ്ങനെ ഉറങ്ങിയിരുന്ന അപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഹസൻ ഉസ്താദ് വിളിച്ചുകൊണ്ട് വന്നാണ്. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമായി വന്നാണ്. എല്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ഉറക്ക ചൊല്ലണം. അത് രണ്ടാളിരിക്കുകയാണെങ്കിൽ ആ രണ്ടാള്, 150, 200, 300 ആൾ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു നിർബന്ധമില്ല. ഇരിക്കുന്നവർ കേൾക്കുന്നവർ സ്വലാത്ത് ഉറക്ക ചൊല്ലിക്കൊള്ളണം. ബഖീലാകാൻ പാടില്ല. ആരാ ബഖീല്? അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എന്നെ കേട്ടിട്ട്, എന്റെ ഇസ്മ കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവനാണ് ബഖീൽ. വെള്ളിയാഴ്ച ഇസ്മല്ല, ലമീറിനടക്കം സ്വലാത്തല്ലണം എന്നല്ലേ പറഞ്ഞത്? ഇസ്മിനെ അല്ലേ വലിയ ഭാഗ്യമായി പോയി, പിന്നെ ലമീറിന്. അലൈഹി, സ്വല്ലല്ലാഹു അലൈഹി എന്ന് കേൾക്കുമ്പോ അതിന് ചൊല്ലണം. എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ആലിഹി, അവിടെയും ചൊല്ലണം. എന്ത്? ഖത്തീബ് ചൊല്ലിത്തന്നെങ്കിലേ ചൊല്ലു, കേൾക്കണോ പറഞ്ഞേ. വസ്വഹ്ബിഹി, അവിടെയും ചൊല്ലണം സ്വലാത്ത്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും സഹോദരങ്ങളെ, ആ ഇസ്മിനെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ? എല്ലാവരും വെള്ളിയാഴ്ച ഉറക്ക സ്വലാത്തല്ലണം. നിങ്ങൾ ഒരാൾ ഉറക്ക ചൊല്ലിയിട്ട് ആ ഉറക്ക കേട്ടിട്ട് വേറെ ആരെങ്കിലും ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിങ്ങൾ വിജയിച്ചു. നിങ്ങളൊരു ഉറക്ക സ്വലാത്ത് കേട്ടിട്ട് അപ്പുറത്തൊരു 5 ആള് ചൊല്ലി, അവരൊക്കെ ഒന്ന് ഉണർന്നു, ഉറക്ക സ്വലാത്തല്ലുന്നവരായി. നിങ്ങൾ ആ സ്വലാത്തിനെ അവിടെ സജീവമാക്കിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ആദരവ് തരും. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ഉറക്ക ചൊല്ലണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. അതങ്ങനെ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ്. ഓരോ പ്രദേശത്തുള്ള കാരണവന്മാരും മുന്നിലെ സൊഫിൽ ഇരിക്കുന്ന ആളുകൾ അവർ ഉറക്ക സ്വലാത്തല്ലണം. ഉറങ്ങരുത്. ഖുതുബ കേൾക്കുന്നത് വലിയൊരു ഇബാദത്താണ്. ഖുതുബ കേട്ടാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂലേ? അതിനല്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഈ മആശറൽ മുസ്ലിമീനെ വിളിക്കുന്ന ഒരാളില്ലേ, അവർ ഈ ആയത്ത് ഓതുന്നത് ആ ആയത്ത് ഖുതുബയുടെ വിഷയത്തിൽ വന്ന ആയത്തായിട്ടാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് തഫ്സീർ എഴുതിയത്. അതിൽ പെട്ടൊരു മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. വഇദാ ഖുരിഅൽ ഖുർആനു എന്നതിന് മഹാൻ അവர்கள் തഫ്സീർ എഴുതി, അയിൽ ഖുതുബത്തു. ഖുതുബക്ക് ഖുർആൻ എന്ന് പേര് വെക്കാനുള്ള കാരണം ഖുർആനിക ആയത്തുകളും ഉപദേശങ്ങളും ഉൾപ്പെട്ടതാണ് ഖുതുബ. അപ്പൊ ഖുതുബ നടത്തപ്പെടുമ്പോ
ഫസ്തമിഉ ലഹു വഅൻസിതു. സാഗൂതം അത് ശ്രവിക്കണം, ശ്രദ്ധിക്കണം. കേട്ടാൽ മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ടേയില്ല. ഫസ്തമിഉ ലഹു വഅൻസിതു. കേട്ടാൽ മാത്രം പോരാ, നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സംസാരിച്ചാലും സംഗതി കേൾക്കും, കേൾവി ഉണ്ടായാൽ മതി, അത് പോരാ. മൗനം പാലിച്ചുകൊണ്ട് തന്നെ കേൾക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ റഹ്മത്ത് നൽകപ്പെടുന്നവരാകാൻ വേണ്ടി. ഇപ്പൊ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേനടുക്ക് പറഞ്ഞത്? സ്വലാത്ത് പറഞ്ഞപ്പോ ഒരു വിഷയം പറഞ്ഞാണ്. അതിന്റെ മുമ്പ് എന്തേ പറഞ്ഞു? മറന്നുപോയോ? നഖം മുറിക്കാം. കുറച്ചു കാലം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 40 ദിവസം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിൻ വരാത്തെ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായ ഒരു സമയം. അപ്പൊ മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താപ്പങ്ങളെ ശൈത്താനെ കാണാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിളിച്ചിരുന്നു. കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ വിഷയങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ ചോദിക്കുകയാണ്, എന്താ അപ്പൊ ശൈത്താനെ കാണാത്തത്? നിങ്ങളെ ഒഴിവാക്കിയോ? റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ? നിങ്ങളെ റബ്ബിന് വേണ്ടേ? അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വല്ലുഹാ, ലുഹാ സമയത്ത് നല്ലവണ്ണം പ്രകാശിക്കുന്ന സൂര്യപ്രകാശം പോലെ വർണ്ണിച്ചാൽ വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്ത പൂമുഖം തന്നെയാണ് സത്യം. അങ്ങനെ ഒരു തഫ്സീറുണ്ട്, അതനുസരിച്ചാണ് അങ്ങനെ അർത്ഥം വെച്ചത്. വേറെയും തഫ്സീറുണ്ട്. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുൾ മുറ്റിയാൽ എന്തൊരു സൗന്ദര്യമുണ്ട്. അതുപോലെ സൗന്ദര്യമുള്ള കേശമുള്ള നബിയെ, അങ്ങയുടെ മുഖത്താണ് ഏറ്റവും സൗന്ദര്യമുള്ള കേശമുള്ളത്. ആ തിരുകേശം തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയോട് ഒരു നിലക്കും ഒരു വിരോധവും വെച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു, ജിബ്രീലേ, നിങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമായി പോയി, എന്തേ നിങ്ങൾ വരാതിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ 3 കാരണങ്ങൾ പറഞ്ഞു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം, ഞാൻ വരാത്ത സന്ദർഭങ്ങളിൽ മുഴുവനും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചില ആളുകൾ. അവർ ചില നഖങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നഖങ്ങൾ വെട്ടാത്ത ചില ആളുകൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് വരാനുള്ളതിനൊരു തടസ്സമായി മാറി. ഒരു നഖവും വെട്ടാതെ ഉപേക്ഷിക്കരുത്. തള്ളവിരലിന്റെ നഖമാണെങ്കിലും ചെറിയ വിരലിന്റെ നഖമാണെങ്കിലും മുഴുവനും വെട്ടണം. വെട്ടാൻ പറഞ്ഞ സമയങ്ങളിൽ ആ രൂപങ്ങളിൽ അഭാവങ്ങളിൽ തന്നെ വെട്ടണം. വെട്ടിയതിനു ശേഷം അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം.